ഈ ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, ദൈവേഷ്ടം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എൻ്റെ ഇഷ്ടവുമായി ഞാൻ മുമ്പോട്ട് പോകില്ല. ദൈവേഷ്ടത്തെ തടുക്കുന്ന രീതിയിലുള്ള സ്വന്തം ഇഷ്ടം അത് നാശഹേതുവാണ്. അത് നമ്മെ നഷ്ടത്തിലും നാശത്തിലും കൊണ്ട് എത്തിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇത് തന്നെ നമ്മൾ വിചിന്തനം ചെയ്യുന്നത്, കൊതിച്ചത് കിട്ടി, ഭവിച്ചതോ വൻ നഷ്ടം. പലരും വിചാരിക്കുന്നത് ഞാൻ കൊതിച്ചത് എനിക്ക് അങ്ങ് കിട്ടുവാണെങ്കിൽ പിന്നെ അതാണ് ഏറ്റവും വലിയ നേട്ടം. പക്ഷേ പല സംഭവങ്ങൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, കൊതിച്ചത് കിട്ടിയ പല വ്യക്തികളും പിന്നീട് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു സ്ത്രീ അവർ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്, എനിക്ക് വിവാഹാലോചന, ഇങ്ങനെ ഏതാനും വിവാഹാലോചനകൾ വന്നു. ഞാൻ ചെറുക്കനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോരോ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ഒരാൾക്ക് കളർ കുറവ്, ഒരാൾക്ക് ഹൈറ്റ് കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവളുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അവൾ സ്വപ്നം കണ്ട രീതിയിൽ ഒരാളെ കണ്ടു. ദേ വേറെ ഒന്നും ചിന്തിക്കാനില്ല, ആലോചിക്കാനില്ല, ഉറപ്പിക്കാമെന്ന് പറഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരത്തിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അവൾക്ക് കിട്ടിയത് 8ൻ്റെ പണിയായിരുന്നു. അവൾ പറഞ്ഞത്, മറ്റേ ആദ്യം വന്നവർക്കൊക്കെ ഇച്ചിരി കളർ കുറവാണേലും എനിക്കറിയാം നല്ല തങ്കപ്പെട്ട സ്വഭാവം, നല്ല പാരമ്പര്യം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതിപ്പം ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കളറുണ്ട്, ഹൈറ്റ് ഉണ്ട്, പക്ഷെ സ്വഭാവം, വിവാഹ ജീവിതം വിജയം കാണാൻ ചർമ്മകാന്തി അല്ല പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വഭാവത്തിൻ്റെ സവിശേഷത അതില്ലാഞ്ഞതുകൊണ്ടും ഒരു വിധത്തിലും ആ വ്യക്തിയായിട്ട് ഒന്ന് ഇണങ്ങിപ്പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഈ പുള്ളിക്കാരത്തി പറഞ്ഞത് എനിക്ക് കിട്ടിയത് 8ൻ്റെ പണിയായി പോയത്. വേറൊരു സംഭവം, ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന ഒരു സ്ത്രീയാണ്, ഒരു കൈക്കുഞ്ഞ്. സാധാരണ നമ്മൾ ധ്യാനത്തിന് സമ്മതിക്കുന്നതല്ല, പിന്നെ ഇതൊരു പ്രത്യേക സാഹചര്യമായിരുന്നത് കൊണ്ട് അവർക്ക് പെർമിഷൻ കൊടുത്താണ്. അവരുടെ കൂടെ വേറെ അവരുടെ അമ്മയും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കൊച്ചിനെടുത്തുകൊണ്ട് പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി അവരും വന്നിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചിനെയും കൈ പിടിച്ചുകൊണ്ട് ഈ പെങ്കൊച്ച്, ഈ യുവതി അവൾ എൻ്റെ മുറി വന്നു. സംസാരിച്ചു വന്നപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം, പക്ഷേ ഈ കൊച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ചാകാമായിരുന്നു, ആത്മഹത്യ ചെയ്യാമായിരുന്നു. അതിനെനിക്ക് മടിയൊന്നുമില്ല, എനിക്കങ്ങനെ ജീവിച്ചിരിക്കണമെന്ന് കൊതിയൊന്നുമില്ല. കൊച്ചില്ലായിരുന്നെങ്കിൽ ചാകാമായിരുന്നു. കൊച്ചുള്ളത് കൊണ്ട് അതിനെ ഓർക്കുമ്പം എനിക്കൊട്ട് ചാകാനും പറ്റത്തില്ല. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു പോകാൻ വലിയ പാടാണ്. സംസാരിച്ചു വന്നപ്പോൾ പ്രേമിച്ച് കെട്ടിയതാണ്. കല്യാണത്തിന് മുമ്പ് ഇവൾ വിചാരിച്ചത് ഇവനെ കെട്ടിയാൽ പിന്നെ എനിക്ക് ഒന്നിനും ഒരു കുറവും വരത്തില്ല. അവനെ കെട്ടുന്ന കാര്യം കൊതിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും മറ്റു പലരും പല രീതിയിൽ പറഞ്ഞു നോക്കിയിട്ട് പിന്മാറിയില്ല. ഇവള് നിർബന്ധ ബുദ്ധിയോടുകൂടി മുമ്പോട്ട് പോയി. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഓരോരോ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. ആദ്യമൊക്കെ ബീഡിപ്പടക്കം പോലെയായിരുന്നു, പിന്നെ ഗുണ്ട് പോലത്തെ വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് എനിക്ക് അവൻ്റെ കൂടെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കൊതിച്ചത് കിട്ടിയിട്ട് എന്തായി അവളുടെ ജീവിതം, എന്തായി അവളുടെ പിന്നീടുള്ള ആ ഒരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാ. ഞാൻ പറഞ്ഞേ, ചിലപ്പോൾ നമ്മൾ നിർബന്ധ ബുദ്ധിയോടുകൂടി പോയാൽ കൊതിച്ചത് കിട്ടാം. വേണമെങ്കിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെട്ടത് ചിലപ്പോൾ നടന്നെന്നും വരും. പക്ഷെ പിന്നീട് സംഭവിക്കാവുന്ന കാര്യം, അതേക്കുറിച്ച് നമ്മൾ ഒരു തിരിച്ചറിവുള്ളവരായി മാറുന്നത് വളരെ നല്ലതാണ്. ഏതാനും കാര്യങ്ങൾ നമുക്ക് വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം. കൊതിച്ചത് കിട്ടിയ വ്യക്തികൾ പക്ഷെ പിന്നീട് അവരുടെ ജീവിതം എങ്ങനെയായി. ഇതിന് നല്ല ഒരു ബൈബിൾ കഥാപാത്രമാണ് അബിമേലെക്ക്. അബിമേലെക്ക് അവൻ ആഗ്രഹിച്ചത് രാജപദവി, അവൻ കൊതിച്ചു. അത് ഉണ്ടാക്കാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടി, മറ്റാരും തട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഇവൻ ഒത്തിരി പേരെ തട്ടിക്കളഞ്ഞതാണ്. ഇത് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിലൂടെ കടന്നുപോയാൽ ഇച്ചിരി നീളമുള്ള ഒരു അധ്യായമാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. 5-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരേ കല്ലിൽ വെച്ച് 70 പേരെ വധിച്ചവനാണ് അബിമേലെക്ക്. രാജാവാകാൻ വേണ്ടി, മറ്റാരും ആ സ്ഥാനം തട്ടിയെടുക്കാതിരിക്കാൻ വേണ്ടി അവൻ ചെയ്തൊരു കാര്യം, 70 പേരെ വധിച്ചു. അപ്പോൾ അവൻ്റെ ആ സ്ഥാനമാന കൊതി എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. 9-ാം അധ്യായം, ഈ അധ്യായം തന്നെ 52-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ വളരെ ദുഷ്ടത പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ട് അബിമേലെക്കിനെ കാണാൻ പറ്റും. ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം ഒരു കെട്ടിടത്തിലേക്ക് ഓടിച്ചെന്നു. ഞാൻ അതിനകത്ത് അഭയം പ്രാപിച്ചു. ഇപ്പം ചെന്നിട്ട് അതിൻ്റെ വാതിൽ അടച്ചിട്ട് ആ കെട്ടിടത്തിന് തീയിട്ട് അതിനകത്തുള്ളവരെയെല്ലാം കൊല്ലാനായിട്ട് അവൻ പ്ലാനിട്ട്
ആ പ്ലാനോടുകൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി. ഒരു സ്ത്രീ തിരികല്ലുംപിള്ള കൊണ്ട് അവൻ്റെ തലയോട് അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് അവന് നിലത്ത് കിടന്ന് ഞരങ്ങി പറയുകയാണ് അംഗരക്ഷകനോട്, ഈ സ്ത്രീയുടെ അടികൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദം നീ വന്നിട്ട് എൻ്റെ തല വെട്ടി മാറ്റുക. അംഗരക്ഷകനോട് വാളുവഴി അവൻ്റെ തല വെട്ടി മാറ്റാൻ പറഞ്ഞു. ഇപ്പം നോക്കി, എന്തൊരു പരിതാപകരമായ ഒരവസ്ഥയിലാണ് അവൻ്റെ അന്ത്യം സംഭവിച്ചത് എന്ന്. കൊതിച്ചത് കിട്ടാഞ്ഞിട്ടാണോ? കൊതിച്ചത് കിട്ടി. ഏത് വിധേനയും അതെനിക്ക് കിട്ടണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി മുമ്പോട്ട് പോയിട്ട് അവസാനം അബിമേലെക്കിന് സംഭവിച്ച കാര്യമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുക. 1 രാജാക്കന്മാർ 11-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു രാജാവ് സോളമൻ. അവന് കൊതിച്ചു ചില സ്ത്രീകൾ, അവരുടെ അഴക് കണ്ട്, സൗന്ദര്യം കണ്ട്, അതുപോലെ തന്നെ പാരമ്പര്യം കണ്ട്, അവരുടെ ചില പെരുമാറ്റങ്ങൾ കണ്ടിട്ട് ഇവൻ അവരെ കൊതിച്ചു. ദൈവം മുന്നറിയിപ്പ് കൊടുത്തിരുന്നാണ്, വിജാതീയ സ്ത്രീകളിലേക്ക് നീ പോകരുത്, അവരിൽ നിന്നും ഭാര്യമാരെ സ്വീകരിക്കരുത്. ദൈവം തന്നെ 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇവരുടെ അഴകും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അതെല്ലാം മറന്നിട്ട് അവരെ സ്വീകരിച്ചു. പിന്നീട് എന്താ സംഭവിച്ചത്? കൊതിച്ചത് കിട്ടിയെങ്കിലും നമ്മൾ കാണുകയാണ് അവൻ്റെ രാജ്യം വിഭജിക്കപ്പെട്ടു. അവൻ്റെ പഴയ പ്രതാപമെല്ലാം, ഒരു കാലത്ത് ജ്ഞാനം നദി പോലെ അവനിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നതാണ്, അതെല്ലാം നിലച്ചു. കൊതിച്ചത് കിട്ടിയെങ്കിലും ഭവിച്ചത് വൻ നാശമായിരുന്നു എന്നുള്ളത് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ന്യായാധിപന്മാർ 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം സാംസനെ കുറിച്ച് അവിടെ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും. സാംസൺ കൊതിച്ചു ദലീലയിൽ നിന്ന് അല്പം ജഡസുഖം. ഇനി അതിനവസാനം അവൾ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് അവൻ പ്രവർത്തിച്ചു. അവൻ്റെ ശക്തിയുടെ രഹസ്യം അവൻ ചോർത്തി. പിന്നീട് നമ്മൾ കാണുകയാണ് അവർ വന്നിട്ട് അവനെ പിടിച്ച് ചങ്ങലക്കിട്ട് അവൻ്റെ കണ്ണെല്ലാം ചുഴന്നെടുത്ത് അവനെ ഇട്ട് കുരങ്ങളിപ്പിക്കുന്ന രംഗം 16-ാം അധ്യായം. എത്ര പ്രതാപത്തിൽ കഴിഞ്ഞിരുന്നാണ്. കൊതിച്ചത് അവന് കിട്ടിയെങ്കിലും അതുമൂലം ഭവിച്ചത് വലിയ നാശമാണ്, വലിയ അപമാനമാണ് എന്നുള്ളത് ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായത്തിൻ്റെ 20 മുതൽ വായിക്കുമ്പോൾ അവിടെ മറ്റൊരു ബൈബിൾ കഥാപാത്രത്തെ കാണുന്നുണ്ട്, ഹെറോദേസ്. അവൻ പ്രശംസ കൊതിച്ചവനാണ്. ഇനി അതവന് കിട്ടി. ആൾക്കാരൊക്കെ ചുറ്റും നിന്ന് അവനെ പ്രശംസിച്ചു. അവൻ ദൈവമാണോ എന്ന് പോലും സംസാരിച്ചു. പക്ഷെ അവന് കിട്ടിയതെന്താ? ഒരു ദൈവദൂതൻ വന്ന് അവനെ അടിച്ച് താഴെയിട്ട് അവൻ പുഴുക്കൾക്കിരയായി മാറി എന്നുള്ളത് വചനഭാഗത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവവുമായിട്ട് ആലോചന ചെയ്തേ ഏത് കാര്യത്തിലേക്കും നമ്മൾ പോകാവൂ. അന്തിമമായ തീരുമാനം ദൈവത്തിൽ നിന്ന് വരട്ടെ എന്നുള്ള ആ ഒരു മനോഭാവം അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ളവർക്ക് തങ്ങളുടെ കൊതി മാറ്റി വെച്ചിട്ട് ദൈവേഷ്ടം നിറവേറ്റാൻ അവർക്ക് സാധിക്കും. നമുക്ക് കയ്യും കെട്ടി നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആത്മീയത. അതിലൂടെയാണ് ഉണ്ണിക്ക് ഏറ്റവും നല്ല ഒരു ഉമ്മ കൊടുക്കാൻ നമുക്ക് സാധിക്കുക. അതിന് തീരുമാനമെടുത്തുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.